ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 3G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു എന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ കംപ്രഷൻ ചെറിയ കംപ്രഷൻ ലീക്കായതാണ് സ്റ്റാർട്ടിങ് പ്രശ്നം കാണിക്കാൻ കാരണം കേട്ടോ. അത് നമ്മളിപ്പോൾ പ്ലഗ് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റായി കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ടായിരുന്നു. പക്ഷേ വണ്ടി സെൽഫിൽ സ്റ്റാർട്ടാവില്ല. ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ഉണ്ട്. ചില സമയങ്ങളിൽ അടിക്കും, ചില സമയങ്ങളിൽ ചെറിയൊരു മൂടൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി എക്സ്റ്റേൻ്റെ ബാറ്ററി അപ്പോൾ കുറച്ച് നേരം അഴിച്ച് ചാർജിലിട്ടായിരുന്നു. ചാർജിലിട്ട് നമ്മൾ കയറ്റി കഴിഞ്ഞപ്പോൾ 12 വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് നേരെ താഴേക്ക് പോകണം. 7.82 വന്നിട്ടുണ്ട്. 8.5 വോൾട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് വരാം. കാരണം ഇപ്പോൾ നമുക്ക് സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി പുതിയത് വെക്കണം കേട്ടോ. എന്നാലാണ് അത് റെഡി ആവുള്ളൂ. നിലവിൽ ആ സമയത്ത് കംപ്രഷൻ എന്തോ ലീക്ക് കാണിച്ചാണ് സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കാനുണ്ടായ കാരണം. പിന്നെ നമ്മൾ തുടരെ അടിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അപ്പോൾ പ്ലഗ് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ പ്രശ്നം കാണിച്ച് വണ്ടി ഓടിച്ചൊക്കെ നോക്കി, വേറെ പ്രോബ്ലം ഇല്ല. ബാറ്ററി ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് കുറച്ച് നേരം കഴിച്ച് ചാർജിലേക്ക് ഇട്ടു. ബാറ്ററി എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ വർക്ക് ആവുകയും ചെയ്യും. നമ്മളിപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും ഒരു പക്ഷേ പിന്നീട് ഇപ്പോൾ നാളെ കാലത്തൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തൽക്കാലം കുറച്ച് നേരം ചാർജിൽ ഇട്ടുകൊണ്ട് വണ്ടി ചിലപ്പോൾ സ്റ്റാർട്ടായി കിട്ടും. പക്ഷേ നമ്മൾ ടെസ്റ്റിൽ ഓൾറെഡി വോൾട്ട് 8.5 വോൾട്ട് താഴേക്ക് പോകുന്ന കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, മാറ്റണം. അപ്പോൾ ആ സ്ഥാനത്താണ് ഇത് 7 സംതിങ്ങിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ. കിക്കറിൽ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും, ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ട് തരാം. അതും പ്രകാരം ബാറ്ററിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ രീതിയിൽ വണ്ടി കൊണ്ടുപോയാലും ഇപ്പോൾ നാളെ കാലത്ത് മറ്റന്നാളോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വീണ്ടും സെൽഫ് എടുക്കാത്തൊരു പ്രശ്നം കാണിക്കും. ലേഡീസ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും പോസിബിൾ അല്ല. കിക്കർ അടിച്ചാലും കുറച്ച് പവറിലൊക്കെ അടിച്ചാലാണ് വണ്ടി സ്റ്റാർട്ടായി കിട്ടുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും, അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ.